എനിക്ക് കിട്ടിയ ഒരു ഇളനീർ പുഡിങ്ങിൻ്റെ ഓർഡറിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഞാൻ ബേക്കേഴ്സിൻ്റെ ചൈന ഗ്രാസാണ് എടുത്തിട്ടുള്ളത്. നല്ല കമ്പനിയുടെ ചൈന ഗ്രാസിന് എടുക്കാൻ ശ്രദ്ധിക്കുക, എങ്കിലേ അതിൽ കറക്റ്റ് 10 ഗ്രാം തന്നെ ഉണ്ടാവുള്ളൂ. ചില കമ്പനിയുടെ 10 ഗ്രാം എന്ന് പറയുമ്പോൾ 10 ഗ്രാം ഉണ്ടാവാറില്ല. അങ്ങനെയാകുമ്പോൾ നമ്മളെ പുഡിങ് കറക്റ്റ് സെറ്റ് ആവാതെ വരും. ഇനി ഇതിലേക്ക് ഞാൻ ആദ്യം ചെയ്യുന്നത് ഗ്ലാസ് പുഡിങ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി കരിക്കിൻ്റെ വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് പകുതി എടുത്ത് നമ്മൾ ചൈന ഗ്രാസ് ഒന്ന് സോക്ക് ചെയ്തിട്ട് വെക്കാം. ഇനി ബാക്കിയുള്ള കരിക്ക് വെള്ളം നമുക്ക് അടുപ്പിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടെടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതുപോലെ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള ചൈന ഗ്രാസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 10 മിനിറ്റൊക്കെ കുതിർക്കാൻ വെച്ചാൽ മതിയാവും. ഇത് ഒന്നിച്ചിട്ടൊന്ന് നമുക്ക് കുറുക്കിയിട്ടെടുക്കാം. ഇതിൽ നിന്നൊരു ഡ്രോപ്പ് എടുത്ത് നമ്മൾ സാധാ വെള്ളത്തിലേക്ക് ഒരു ഡ്രോപ്പ് ഒഴിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് കട്ടിയായി കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു പാകം. ഇനി നമുക്കിത് അരിച്ചിട്ട് ഒരു ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് താത്തിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ബബിൾസ് ഒന്നും ഇല്ലാണ്ട് വൃത്തിയായിട്ട് കിട്ടും. ഇനി നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മളിതിലേക്കുള്ള ഇളനീരിൻ്റെ ഫ്ലഷിൻ്റെ ഭാഗം ഒന്ന് ചെയ്തിട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാക്ക് പാലിന് ഒരു പാക്ക് ചൈന ഗ്രാസാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ 2 പാക്ക് പാൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് 2 പാക്ക് ചൈന ഗ്രാസ് ഇവിടെ വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് 2 പാക്ക് പാല് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. പാലെടുക്കുമ്പോൾ ഡേറ്റ് എല്ലാം നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. എക്സ്പയർ ആവാനായിട്ടുള്ള പാലൊന്നും എടുക്കരുത്. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് പിരിഞ്ഞിട്ട് പോവും. അങ്ങനെയാകുമ്പോൾ നമ്മളെ പുഡിംഗ് ഒന്നും കറക്റ്റ് ആവില്ല. നമ്മൾ പുഡിംഗ് ഉണ്ടാക്കുമ്പോൾ അതിനെടുക്കുന്ന പാത്രവും കയ്യിലും എല്ലാം മറ്റു ആവശ്യങ്ങൾക്കൊന്നും ഉപയോഗിക്കുന്നതാവരുത്. കാരണം പാല് പെട്ടെന്ന് ചിലപ്പം പിരിഞ്ഞു പോവാം. കറിയൊക്കെ ഉണ്ടാക്കുന്ന പാനാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ചിലപ്പം പാല് പിരിഞ്ഞിട്ട് പോവും. അപ്പോൾ അതുകൊണ്ട് അധികം ഉപയോഗിക്കാത്ത പാത്രം എടുക്കുന്നതാവും കുറച്ചുകൂടെ നല്ലത്. ഇവിടെ 2 പാക്ക് പാല് എടുത്ത് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒഴിക്കുന്നത് 100 ഗ്രാമിൻ്റെ കണ്ടൻസ്ഡ് മിൽക്കാണ്. അത് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന് പുറമെ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ബാക്കി പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. മധുരം നമ്മൾ നോക്കിയിട്ട് ആവശ്യത്തിന് വേണ്ടത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ അരിച്ചിട്ടൊന്നുമില്ല, നേരിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളിത് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ അരിച്ചിട്ടാണ് ഇനി ഒഴിച്ചു കൊടുക്കുക. അതുകൊണ്ട് ഇപ്പോൾ അരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമുക്കിനി ഇത് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള പൾപ്പൊന്ന് അരച്ചിട്ടെടുക്കണം. അതിന് വേണ്ടി ഞാൻ കരിക്കിൻ്റെ ഫ്രഷ് ആയിട്ടുള്ള ഭാഗം മാറ്റിയെടുത്തിട്ടുണ്ട്. ഇത് ചെറിയൊരു കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും അല്പം പാലൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചിട്ടെടുക്കാം. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച നമ്മുടെ പാലെടുത്തിട്ട് അടുപ്പിൽ വെച്ചൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ നമ്മളിത് അടിയിൽ പിടിക്കും. ഇനി അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ കുതിരാനായി മാറ്റി വെച്ച 2 പാക്ക് ചൈന ഗ്രാസ് എടുത്ത് നമുക്കൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. വെള്ളം കുറവാണ് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം നമുക്ക് ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തിട്ടെടുക്കാം. ഇനി പാൽ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം. രണ്ടും ഒരേ ചൂടിലായിരിക്കുമ്പോഴാണ് നമ്മുടെ ചൈന ഗ്രാസ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി കുറേശ്ശെയായിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ച് ഇളക്കി കൊടുക്കാം. ചൈന ഗ്രാസ് ഒഴിച്ചതിന് ശേഷം ഒരുപാട് സമയം തിളപ്പിക്കരുത്. അങ്ങനെയാകുമ്പോൾ പാല് പിരിഞ്ഞിട്ട് പോവും. ഇനി കുറേശ്ശെ ഒഴിച്ച് ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഇത് അരിച്ചിട്ടല്ല ചേർക്കുന്നത്, അരിച്ച് ചേർത്താലും കുഴപ്പമില്ല. ഇതെല്ലാം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് പേസ്റ്റാക്കി വെച്ച ഇളനീരിനായി പേസ്റ്റ് ഇട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. തീ ഒന്ന് ആറിയതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ
സെറ്റാക്കാനായി വെച്ചിട്ടുള്ള ഇളനീർ ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഗ്ലാസ് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ ചെറിയ ചെറിയ പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇത് നീളത്തിലും വീതിയിലും ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പാലിൻ്റെ മിക്സ് അരിച്ചിട്ട് ഈ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് താഴ്ത്തി വെച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ബബിൾസ് ഒന്നും ഇല്ലാണ്ട് തന്നെ വൃത്തിയായിട്ട് കിട്ടും. ഇനി അഥവാ നിങ്ങൾ പാല് പിരിഞ്ഞ് പോയി കഴിഞ്ഞാലും ഒട്ടും പേടിക്കേണ്ടതില്ല. നമുക്ക് മിക്സിയിലിട്ടതൊന്ന് അരച്ചെടുത്താൽ മതി. ചെറിയ ചൂടോർക്ക് വേണം അരക്കാനായിട്ട്, ഇല്ലെങ്കിൽ അത് ഇരിക്കുന്നതോറും സെറ്റായിട്ട് പോവും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ക്യൂബ്സായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഗ്ലാസ് പുഡിംഗ് ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. കരിക്കിൻ്റെ മിക്സിലേക്ക് കൂടെ ഞാൻ കുറച്ച് ഗ്ലാസ് പുഡിംഗ് ഇട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ മേലേക്ക് ഞാൻ കുറച്ച് കരിക്കെടുത്തത് ഗ്രേറ്റ് ചെയ്തത് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ കഴുകി പിഴിഞ്ഞിട്ട് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഇടയിൽ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. ഒരിക്കലും ഫ്രീസറിൽ വെക്കരുത്. ഫ്രിഡ്ജിൽ ഒരു 2-3 മണിക്കൂറിന് ശേഷം നമുക്കിത് എടുത്ത് മുറിച്ച് കഴിക്കാവുന്നതാണ്.